ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ എനിക്ക് കണ്ണൂർ പോകണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, പിന്നെ ഡോക്ടറെ കാണിക്കാണ്ട്, ഡക്കാത്തോൺ പോകാണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇതാണ് നമ്മൾ പോയത്. ഹോട്ടലെല്ലാം നോക്കി ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഫറസ് വെജിറ്റബിൾ ഹോട്ടലാണ്. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, ഹോട്ടലെല്ലാം ഭയങ്കര കുറവാണ്. ചില സ്ഥലത്ത് ഫുഡില്ല. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു പ്ലെയിൻ ദോശ വാങ്ങി, ദോശയെല്ലാം ഇങ്ങനെ കഴിച്ച് നേരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പോകേണ്ടത് മറ്റേ ധനലക്ഷ്മിയിലേക്കാണ്. നേരെ അവിടെ ധനലക്ഷ്മിയിലെത്തി ബില്ലെല്ലാം പേ ചെയ്ത് പിന്നെ ഇനി നേരെ ബ്ലഡ് കൊടുക്കാൻ പോകണം. ബ്ലഡ് കൊടുക്കുന്നത് ചെറിയൊരു പേടിയാണ്. ബ്ലഡ് എടുക്കുന്ന കാണുമ്പോൾ ചെറിയൊരു പേടിയാവും. ബ്ലഡ് വരുന്ന കാണുമ്പോൾ അങ്ങനെ ബ്ലഡെല്ലാം എടുത്ത് ഇനി അവരുടെ റിസൾട്ട് 2 മണിക്കൂറാണ് പറഞ്ഞത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി വരണം. അപ്പോഴേക്കും നമ്മളെ ചോറ് വയ്ക്കുന്ന സമയമായി. ഇനി നേരെ ചോറ് വയ്ക്കാൻ വേണ്ടിക്ക് മറ്റേ പുതിയ പുല്ലരിയുണ്ട് കണ്ണൂർ. അപ്പോൾ മറ്റേ കക്കാട് റോട്ട് അവിടെ പോകണം. അതിന് മുന്നേ നമ്മൾ ഡെക്കാത്തലോണിൽ പോകാമെന്ന് വെച്ച്. മറ്റേ കണ്ണൂർ പുതിയ ഡെക്കാത്തലോൺ ഷോപ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും പുതിയ ഐറ്റംസ് എന്തെങ്കിലും വന്നതിനോ പിന്നെ സൈക്കിളെല്ലാം നോക്കണമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ അവിടെ എൻട്രൻസിലെത്തി. ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ തീരെ സ്പേസ് ഇല്ല. ആകെ 2-3 വണ്ടി വെക്കാൻ പറ്റും. അപ്പോൾ പിന്നെ മറ്റേ അണ്ടർഗ്രൗണ്ടിൽ നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ വണ്ടി അവിടെ കൊണ്ടുവയ്ക്കാമെന്ന് വെച്ച് നേരെ വണ്ടി വെച്ച് ഇങ്ങനെ നേരെ ഡെക്കാത്തലോണിൽ കയറണം. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഈ ഡെക്കാത്തലോൺ വരുന്നത്. ഇവിടെ ഇങ്ങനെ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് വലുതാണോ, അവിടെ എല്ലാ അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ടോ എന്നെല്ലാം വെറുതെ നോക്കാൻ വേണ്ടി കയറി വന്നതാണ്. ഏകദേശം കുറേ ഐറ്റംസ് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിന് അത്ര കളക്ഷൻ ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ കുറേ മറ്റേ ഐറ്റംസ് കുറച്ച് ഡിസ്പ്ലേ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഓരോരോ സാധനം ഇങ്ങനെ നോക്കി. അവിടെ ബാറ്റുണ്ട്, മറ്റേ ഇത് നമ്മൾ അന്ന് പണ്ട് വാങ്ങിയ ബോട്ടിലാണ്. ഇത് നമ്മൾ 99 രൂപ വാങ്ങിയ ബോട്ടിലാണ്. പിന്നെ അവിടെ സൈക്കിളും നോക്കി. കുട്ടികൾക്കുള്ള സൈക്കിൾ നോക്കാം. സൈക്കിളിൻ്റെ ആക്സസറീസ് എന്തെങ്കിലും ഉണ്ട്. പിന്നെ വലിയ സൈക്കിൾ, പിന്നെ എക്സ്ചേഞ്ച് ഓഫറുണ്ട്. എക്സ്ചേഞ്ച് അവൈലബിളാണ്. മറ്റേ ഡെക്കാത്തലോണിൻ്റെ സൈക്കിൾ വാങ്ങിക്കാനാൽ. അപ്പോൾ ഇതാണ് കുട്ടികളുടെ സെക്ഷനിൽ നല്ല കളക്ഷൻ ഉണ്ട്. നല്ല നല്ല സൈക്കിൾ, കളറും അടിപൊളിയാണ്. പിന്നെ ഡെക്കാത്തലോണിൻ്റെ സൈക്കിൾ എന്ന് വെച്ചാൽ കുറച്ച് ക്വാളിറ്റി ഇല്ലാതാണ്. പിന്നെ റേറ്റ് ഒരു നോർമൽ റേറ്റാണ്, കുറച്ചധികമാണ്. പക്ഷേ ആ ഒരു ബിൽഡ് ക്വാളിറ്റിക്ക് അത്രയുണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ ഈ മറ്റേ പുള്ളിങ് ബൈക്ക് ഒന്ന് ഓടിച്ച് നോക്കാൻ വെച്ചു. ഇത് മറ്റേ പുഷ് ചെയ്തിട്ട് പോകുന്ന ഇതല്ലേ, അത് കുട്ടികൾക്കൊക്കെ ഇല്ലതാണ്. ഇത് കുട്ടികളുടെ സൈസൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു അത് വെറുതെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് ഉരുട്ടി നോക്കി അതിൻ്റെ റേറ്റെല്ലാം നോക്കി. പിന്നെ സ്കേറ്റിംഗ് ഷൂ കണ്ട് അതും നോക്കിയിരുന്നു കുറേ സമയം നോക്കി. പിന്നെ സ്കേറ്റിംഗ് ബോർഡ് കണ്ട് അതും നോക്കി ഇങ്ങനെ ഇരുന്ന്. പിന്നെ നമ്മൾ പോയത് ഇതാണ് ഹൈക്കിങ്ങും മറ്റേ ബാഗ്, മറ്റേ ചെയർ, അതൊക്കെ നോക്കാൻ പോയി. ഏതായാലും നല്ല ചെറിയ ചെയറുണ്ട് നോക്കാൻ. ഇത് മറ്റേ ടെൻ്റ് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് നോക്കി. പിന്നെ അവിടെ കുറേ ചെയറുണ്ട്. ചെയറിലൊന്ന് ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ വാട്ടർ ബോട്ടിൽ, പിന്നെ ഹൈക്കിങ്ങിൻ്റെ ക്യാപ്പ്, അതൊക്കെയാണ് അവിടെ കണ്ടത്. മറ്റേ എന്താ പറയുക, ഇവരെ നല്ല ഓഫറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ സാധനം എന്ന് വെച്ചാൽ ഇവരെ നല്ല ഡെക്കാത്തലോൺ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് പിന്നെ നമ്മൾ ഷട്ടിൽ കളിക്കുന്ന ബാറ്റ്, അതിൻ്റെ കോർക്ക്, ഷട്ടിലൊന്ന് വാങ്ങണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഷട്ടിൽ കളിക്കാൻ വേണ്ടിക്ക്. പിന്നെ മറ്റേ ഈ ഷൂസാണിത്. പിന്നെ ബാസ്കറ്റ് ബോളുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ പന്ത് കണ്ടിട്ട് അത് നോക്കി ബേബിക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിക്ക് നോക്കിയതാണ്. പക്ഷേ അത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല, കുറച്ച് ചെറിയ വെയിറ്റ് ഉണ്ട്. അപ്പോൾ വാങ്ങിക്കൊടുത്തതിനാൽ ചെറിയ ബുദ്ധിമുട്ട്. നമ്മൾ ബേബി എന്ന് പറഞ്ഞാൽ ഒരു കയ്യിലെല്ലാം പിടിക്കാൻ നോക്കല്ല. അങ്ങനെ പിന്നെ അത് വാങ്ങിയിട്ടില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രൈസെല്ലാം നോക്കി. പിന്നെ അവിടെ കുറേ ഷൂ കണ്ട്. ഷൂ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി. പിന്നെ നമ്മൾ മറ്റേ പുഷ് ചെയ്ത സൈക്കിൾ ഓടിക്കാൻ വെച്ചു. നല്ല രസമുണ്ട് അതിന് ഓടിക്കാൻ.
നല്ല 2 പുള്ള് മറ്റേ 2 പുഷ് ചെയ്യുമ്പോഴത്തേക്കും സാധനം അങ്ങ് മൂവ് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് പ്രതലാന്ന് ഇങ്ങനെ ഓടിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അതിങ്ങനെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പക്ഷെ ഏതായാലും വന്നാലേ കുറച്ച് ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ച് അങ്ങനെ കുറേ ഓടിച്ച് കളിച്ച് പിന്നെ അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. അങ്ങനെ നമ്മൾ നേരെ പുലരിയിലേക്ക് വിട്ട്. ഇതാണ് ആ പുതിയ പുലരി, മറ്റേ എന്താ പറയുക കക്കാട്ട് റോട്ടിൻ്റെ പുലരിയാണിത്. അപ്പോൾ അവർക്ക് കാർ പാർക്കിംഗ് നല്ല സൗകര്യമുണ്ട്. അപ്പോൾ വണ്ടിയെല്ലാം വെച്ച് ഇനി നേരെ പുലരിയിലേക്ക് ഇങ്ങനെ നടന്നു പോയി. ഇതാണ് പുലരിയുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ അവിടെ പുറത്ത് ചെറിയൊരു ഫിഷ് ടാങ്കിൽ കുറച്ച് ഫിഷ് വെച്ചിന് നമ്മൾ ബേബി കാണിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ നല്ല തിരക്കുണ്ടായി. അപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിന് ഒരു ചെയർ നോക്കിയിട്ട് പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കണം. മതി. फिश करें हाँ കുറച്ചും കൂടി ആക്കാം. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വിട്ടത് മീൻകുന്ന് ബീച്ചിലേക്കാണ്. മീൻകുന്ന് ബീച്ചിൽ പോയി അവിടെ നിന്ന് ജസ്റ്റ് ജ്യൂസ് കുടിക്കാൻ പോയി. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടായി. അപ്പോൾ അവിടെ നമ്മളെ വണ്ടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് പിന്നെ അവിടെ നമ്മൾ നേരെ മുണ്ടേരിയിലെ ഒരു ബേർഡ് സാങ്ച്വറിയിലേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ മുണ്ടേരി എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് എന്താ പറയുക ഇനാഗ്രേഷൻ കഴിഞ്ഞതാണ്. അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതായിരിക്കും.